സിസ്റ്റമോ ഉത്തരവാദി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീയാൻഡോ, സിസ്റ്റം ഉത്തരവാദിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് നോക്കിയാൽ പല മെഡിക്കൽ കോളേജുകളുടെയും വരാന്തയിൽ കൂടെ പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരാണ് ഈ വരാന്തയിൽ കിടക്കുന്നത്? കേരളത്തിലെ മനുഷ്യരാണ്. നമ്മളിത് പറയും അയ്യോ അങ്ങനെ പറയാൻ പാടുമോ, കാരണം ഇത്രയും ആൾക്കാർക്ക് വൈദ്യസഹായം കൊടുക്കണ്ടേ, ആരും രോഗികൾ വന്നാൽ മരുന്ന് മേടിക്കണ്ടേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു മെഡിക്കൽ കോളേജിന് വരാന്തയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയാണ് ഈ വരാന്തയിൽ കിടക്കുന്ന ആരൊക്കെയാണ്? ഇന്നലെ ഓപ്പറേഷൻ ചെയ്തതും മിനിങ്ങാന്ന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരെയാണ് കൊണ്ടുപോയി കിടത്തുന്നത്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. ആരാണ് ഈ വരാന്തയിൽ കിടക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്നറിയോ? കേരളത്തിലെ ജനങ്ങൾ ബിലോ ആവറേജാണ്. ആവറേജ് ആൾക്കാരെല്ലാം എവിടെയാണ് പോകുന്നത്? സ്വകാര്യ മെഡിക്കൽ കോളേജിന്, സ്വകാര്യ ആശുപത്രി കൂടെ ബിലോ ആവറേജ് സാധാരണക്കാരനായ 300 രൂപയ്ക്കും 250 രൂപയ്ക്കും പണിയെടുക്കുന്ന, അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലിക്കുകൾ പോകുന്ന, അല്ലെങ്കിൽ ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വളരെ സാധാരണക്കാരനായ ആൾക്കാരാണ് ഈ പറഞ്ഞ നിരത്ത് കിടക്കുന്ന സാധാരണ രോഗികൾ എന്ന് പറയുന്നത്. സാധാരണ രോഗികൾ എന്നുള്ളതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്ന ഒരു ആൾ, അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്ന ഒരാൾ ഞാൻ വിചാരിക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ പോകുന്നു. കാരണം അവൻ്റേതായ ഒരു സംവിധാനം, അവൻ്റേതായ ഒരു ഫെസിലിറ്റിയും അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവൻ എവിടെ പോകണമെന്നറിയാം, അവൻ എന്താണ് മെഡിക്കൽ കോളേജെന്നും എന്താണ് സ്വകാര്യ ഹോസ്പിറ്റലുകളും നല്ല ധാരണയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെയുള്ള സ്ഥാനങ്ങളിൽ പോകും. അതിനേക്കാളും താഴെയുള്ള ആൾക്കാരാണ് ഈ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലുകളെ അവരെ അതിൻ്റെ ഒരു ഭാഗമായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കാരുണ്യ പദ്ധതി ഉണ്ടല്ലോ, കാരുണ്യ പദ്ധതിയുടെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മരുന്ന് കിട്ടണം. ഈ കാരുണ്യ ഫാർമസിയിൽ പോയി മരുന്ന് കിട്ടണം. അപ്പം അവിടെ ഒരു 3-4 ഫാർമസികളുണ്ട് മെഡിക്കൽ കോളേജിൽ. അപ്പം ഒരു 10 മരുന്ന് ഡോക്ടർ എഴുതി കൊടുക്കാൻ നോക്കുക. മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ 10 മരുന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിൽ 5 മരുന്നും ഈ പറയുന്ന ഒരു ഫാർമസിയിൽ ഉണ്ടാവില്ല. ഈ 5 മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പൈസ റീഇംബേഴ്സ് ചെയ്ത് കിട്ടണം. എന്ത് ചെയ്യണമെന്ന് പറയുമോ? എല്ലാ ഫാർമസിയിലും ക്യൂ നിന്നിട്ട് ഇവിടെ മരുന്നില്ല എന്ന് സീല് വെച്ച് വാങ്ങി വരണം. സീല് വെച്ച് വാങ്ങിയാൽ വന്നാൽ മാത്രമാണ് കിട്ടും. ആ സീല് മേടിക്കണേ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു 50 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ പുറയിൽ പോയി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കാരുണ്യ ഫാർമസിയിലില്ല, അടുത്ത HLL ആയിരിക്കും, അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു 50 പേരെ ക്യൂ നിന്ന് ഒരു ദിവസമാവും, ഒരു 2 മണിക്കൂർ പോയി. അത് കഴിഞ്ഞ് അടുത്ത ഫാർമസീൻ്റെ പുറയിൽ പോയി നിന്ന് ക്യൂ നിന്ന് ഒരു 2 മണിക്കൂർ പോയി. അത് ആരാ നിൽക്കുന്നുണ്ടാവുക? ഒരു ബൈസ്റ്റാൻഡർ ആയിരിക്കും, ഒരു പ്രായമായ അച്ഛനും അമ്മയായിരിക്കും വന്നിട്ടുണ്ടാവുക. അച്ഛനായിരിക്കും രോഗി, ഈ അമ്മയായിരിക്കും പോയി ഈ ക്യൂ നിൽക്കേണ്ടത്. ഇത് മേടിച്ച് വന്നാലേ ഇവന് ഇദ്ദേഹത്തിന് ഈ പൈസ റീഇംബേഴ്സ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ നമ്മൾ പറയും മനുഷ്യജീവന് വില കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഒരു വാർത്ത വന്നാൽ ഒരു മനുഷ്യജീവന് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നമ്മൾ ഷിരൂരിലൊക്കെ അർജുന് വേണ്ടിയിട്ട് പോയി നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ദിവസം, 15-20 ദിവസം നമ്മൾ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടാണ്, അല്ലേ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എത്രയെങ്ങാനും മനുഷ്യജീവനുകളാണ്, ആയിരക്കണക്കിന് മനുഷ്യജീവനാണ് എവിടെ വരാന്തയിൽ കിടക്കുന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനൊരു സിസ്റ്റമാണ്. നേരത്തെ ജിമ്മി സാറ് പറഞ്ഞതുപോലെ ഇത്ര പൈസ, ഇത്ര ഒരു എക്യുപ്മെൻറ്റ് വാങ്ങാൻ കഴിയുന്നില്ല. ആ എക്യുപ്മെൻറ്റ് വാങ്ങാനുള്ള അനുമതി ആര് കൊടുക്കും? ഇത് എവിടുന്ന് ഫണ്ട് വരും? ഒരു സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എറണാകുളത്തെ എനിക്കറിയാവുന്ന ഒരു സ്വകാര്യ ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1200 കോടിയാണ്. ഒരു വർഷത്തെ വർഷത്തെയാണ്. എറണാകുളത്തെ പല പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ നോക്കുന്നത്, മെഡിക്കൽ കോളേജുകളല്ല കേട്ടോ, പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് ഞാൻ പറയുന്നത്. അതെല്ലാം കൂടി എടുത്ത് നോക്കിയാൽ ഒരു 7,000 കോടി 8,000 കോടി വരും ടേൺ ഓവർ. മനസ്സിലായില്ലേ? ഈ 8,000 കോടീനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരൊറ്റ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് ഓർക്കണം. അവിടെയുള്ള 8-10 വലിയ മെഡിക്കൽ കോളേജുകൾ, വലിയ മുതലാളിമാർ അല്ലെങ്കിൽ സാധാരണക്കാർ, ഒരു ഇടത്തരം ആൾക്കാർ പോയി സമീപിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഉള്ള സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രി. ഈ സ്വകാര്യ ആശുപത്രിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഒറ്റ മെഡിക്കൽ കോളേജാണ്. അതെന്ന് പറയുന്നത് എറൗണ്ട് 50% ആൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എറൗണ്ട് 50% സാധാരണക്കാരൻ ഈ ഒരു മെഡിക്കൽ കോളേജിന്. അപ്പോൾ അതിന് വേണ്ട സൗകര്യം മെഡിക്കൽ കോളേജിനുണ്ടോ എന്നുള്ളതാണ്. അത് ഇന്ന് വന്ന സർക്കാരോ ഇതിന് മുൻപുണ്ടായ സർക്കാരോ അതിന് മുൻപുണ്ട സർക്കാരോ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നോ? ഇതൊരു സിസ്റ്റം ഇന്നെങ്കിൽ ഇന്ന് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ മാർഗ്ഗം ഇതിന് മുന്നിലില്ല. നമ്മുടെ കയ്യിൽ ഒരു പക്ക ബഡ്ജറ്റ് ഉണ്ടോ? ഒരു മെഡിക്കൽ കോളേജിന് ഇത്ര ബഡ്ജറ്റ്, ടോട്ടൽ അലോക്കേഷനാണ്. ഇത്ര മെഡിക്കൽ കോളേജിന് ഇത്ര ഫണ്ട് എന്ന് പറഞ്ഞ് ടോട്ടൽ അലോക്കേഷനാണ്. അതിൻ്റെ അകത്ത് പേടിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയും. ഈ PPE കിറ്റിന് അഴിമതി വന്നല്ലോ. PPE കിറ്റിന് അഴിമതി വന്നത് 550 രൂപയ്ക്ക് കിട്ടാവുന്ന PPE കിറ്റ് എന്തിനാണ് 1,500 രൂപയ്ക്ക് വാങ്ങിയതാണല്ലോ PPE കിറ്റ് അഴിമതി എന്ന് പറയുന്നത്.
കോവിഡ് ഒന്ന് മനുഷ്യൻ ചാവാൻ വരുന്ന സമയത്ത് PPE കിറ്റ് 500 അല്ല 1500 കിട്ടിയാൽ വാങ്ങാൻ നിവൃത്തിയുള്ളൂ. അതല്ലേ നമ്മുടെ ജീവൻ്റെ വില എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുന്നത്? ഒരു മിനിറ്റ് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുന്നത്? ഈ കണക്കാക്കാൻ പറ്റുന്ന അവിടെ ആ അദ്ദേഹം എടുക്കുന്ന ഡിസിഷനാണ്. ഒരു രോഗിക്ക് മേലെ ഒരു ഡോക്ടർ എടുക്കുന്ന ഡിസിഷനാണ് അതിന് ജീവൻ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ ഓപ്പറേഷനാണ്, ഇന്ന് ചെയ്യേണ്ട ഓപ്പറേഷനാണ് നാളത്തേക്കും മറ്റന്നാളത്തേക്കും അതിൻ്റെ അപ്പുറത്തേക്കും മാറ്റി വെക്കുന്നത്. അതെങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഒരു പൊതു സംവിധാനം കേരളത്തിലുണ്ടോ? അതിന് ഡിസിഷൻ എടുത്താൽ അവരെ മാത്രം ഒരു പർച്ചേസിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടോ? അതിനൊരു റെഗുലറായിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഒരു മെഡിക്കൽ കോളേജുകളിൽ എന്തൊക്കെ സാധനം വേണം, എപ്പോഴൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ എക്യുപ്മെൻറ്റ്സിന് എത്രയൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ സമയത്ത് വരുത്തണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കോമൺ സംവിധാനം ഉണ്ടോ കേരളത്തിൽ? കേരളത്തിലല്ല, ഒരു ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ മാത്രമല്ല. പക്ഷേ എന്താണ് സംവിധാനം? ഇതിനൊന്നും ഒരു വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 20 വർഷത്തിന് ശേഷം ഒരു മാറ്റം മെഡിക്കൽ കോളേജിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു രോഗം വന്നാൽ നമ്മളെവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ചികിത്സിക്കുന്ന സ്ഥലം എവിടെയാണ് അറിയാലോ? എവിടെയാണ്? അമേരിക്കയിൽ നിന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ബിസിനസ് ക്ലാസ്, അവിടെ തിരിച്ച് ഇങ്ങോട്ട് ബിസിനസ് ക്ലാസ്, അവിടെ പോയി ചികിത്സിച്ച് വരുവാണ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും. ഞാൻ പറയുന്നത് ഒരു പരിധിയുള്ള പ്രധാനപ്പെട്ടത് എന്തിനാ? അദ്ദേഹത്തിൻ്റെ ജീവന് വലിയ വിലയുണ്ട്, അല്ല അവരുടെ ജീവന് വലിയ വിലയുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, നമ്മുടെ പ്രധാനപ്പെട്ട MLA മാർ, നമ്മുടെ പ്രധാനപ്പെട്ട MP മാർ, നമ്മുടെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രധാനപ്പെട്ട മെമ്പർമാർ എത്ര പേര് മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നുണ്ട്? അല്ല ഞാൻ പറയുന്നത് വിരലിൽ എണ്ണാവുന്ന അത്രയുണ്ടോ? ഇവരിൽ പൊതുവെ 1000 പഞ്ചായത്തുണ്ടല്ലോ, 1000-ലധികം പഞ്ചായത്തിന് 1000-ലധികം പഞ്ചായത്തിലെ മെമ്പർമാർ പോലും സ്വകാര്യ ആശുപത്രി മെഡിക്കൽ കോളേജുകളെയോ സർക്കാർ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും സ്വകാര്യ ആശുപത്രിയാണ്. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് ക്യൂ നിന്ന് ഇവർ പറയുന്ന സാധനം കിട്ടാതെ അലയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ കടം മേടിച്ചിട്ടാണെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന പല ആൾക്കാരും നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജിലും സർക്കാർ സ്ഥാപനങ്ങളുണ്ടല്ലോ. ചാരിറ്റി പ്രവർത്തനം നടത്താൻ ആരെങ്കിലും ഒരാൾ ഒരു മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാവരും 10-30 ലക്ഷം പിരിവെടുത്തിട്ട് ഏതെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റൽ, കാരണം ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സമീപിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്വകാര്യ ഹോസ്പിറ്റൽ എന്നുള്ളതായി മാറി. കേരളത്തിലെ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് ഞാനിപ്പോൾ കണക്ക് നോക്കുകയാണ്, 40,000 തുടങ്ങി 50,000 കോടി രൂപ വരെയാണ് ഒരു വർഷത്തെ ഹോസ്പിറ്റലുകളുടെ ടേൺ ഓവർ കേരളത്തിൽ. 40,000 തുടങ്ങി 50,000 കോടി വരെ. കേരളത്തിലെ മൊത്തം ബഡ്ജറ്റ് എത്രയാണ് ജിമ്മി സാറേ? 1,78,000 കോടി ഇല്ലേ? 1,78,000 കോടി ടോട്ടൽ കേരളത്തിലെ മൊത്തം സർക്കാരിൻ്റെ ബഡ്ജറ്റ്. 50,000 കോടി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന സ്വകാര്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതിങ്ങനെ വികസിക്കും, അതിങ്ങനെയും വികസിക്കും. ഓരോ ദിവസം അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ പഞ്ചായത്തിലും ഓരോ മണ്ഡലങ്ങളിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വരുന്നു, ഓരോ ഹോസ്പിറ്റലിൽ പോലും തിരക്കില്ലാത്തില്ലല്ലോ. എല്ലാ ഹോസ്പിറ്റലും ലാഭകരമാണ്, എല്ലാ ഹോസ്പിറ്റലിലും ഡോക്ടർമാരുണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും തിങ്ങി നിറയുകയാണ് ജനങ്ങൾ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ ഈ പറഞ്ഞ സ്വകാര്യ സംവിധാനങ്ങൾ വളരുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ പറയും അയ്യോ കേരളത്തിലെ സ്വകാര്യ സ്ഥാപനം ഇങ്ങനെ വളരുന്നതിൽ എന്താ തെറ്റില്ല. പക്ഷേ എന്താണ് തെറ്റില്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ട ഏക കാര്യം എന്താ? ഇവർക്കിത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് വെക്കുക. എല്ലാവർക്കും ഇൻഷുറൻസ് എടുത്തു കൊടുത്താൽ മതി. സ്വകാര്യ അവർക്ക് എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറ്റും. 2,500 രൂപ 2,000 രൂപ കൊടുത്തിന് 5 ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് കിട്ടും കേരളത്തിൽ. 2,000 രൂപയേ ഉള്ളൂ ഒരാൾക്ക് ഒരു മാസം വേണ്ടി വരിക. അപ്പം ഇൻഷുറൻസ് എടുത്തോ കൊടുത്ത് ഇതിനേക്കാളും പകുതി പൈസ വരുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസേൻ്റെ. പക്ഷേ എന്താണ്, നമ്മളതിനെ വികസിപ്പിക്കില്ല, നമ്മളതിന് കുറേ ന്യായീകരണങ്ങൾ പറയും. ഞാനിപ്പോൾ ഇന്നലെ ഇത് ആലോചിക്കുകയായിരുന്നു. അപ്പം ഈ ഇപ്പോൾ പറഞ്ഞ ഈ ഡോക്ടർ ഇഷ്യൂ ചെയ്തൊരു കാര്യം ഒരു മാധ്യമമാണ് പുറത്തേക്ക് കൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ആ മാധ്യമം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മാധ്യമമായിരിക്കും. അത് ഏറ്റവും വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന മാധ്യമമായിരിക്കും. അനുഭവം ഉണ്ടല്ലോ, റിപ്പോർട്ടർ TV തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? റിപ്പോർട്ടർ TV തുടങ്ങുന്ന ദിവസത്തെ വാർത്ത എന്ന് പറയുന്നത് ഒരു പദ്ധതി വെച്ചിട്ടാണ്, ആരോഗ്യ മേഖലയിൽ വാർത്ത വെച്ചിട്ടാണ്. ആ ഒരു മാസം കിടത്തി ഉറക്കിയിട്ടില്ല. ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയൊക്കെ തകർത്ത് വാരി. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ്? അത് നിങ്ങൾ പറയാൻ പാടില്ല, അങ്ങനൊരു സംഭവം ഇല്ല. ഇന്നത്തെ റിപ്പോർട്ട് എന്താ? ആദ്യത്തെ റിപ്പോർട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ മിണ്ടാട്ടില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി റിപ്പോർട്ട് തേടും. 1 വാക്കിൽ 2 വാക്കിൽ തീർന്നുള്ള. ഇത് പച്ചയായ സത്യമാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യ മേഖലയിലും നടക്കുന്ന പച്ചയായ സത്യമാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ, എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. ഇതിപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ മാത്രം പ്രശ്നമായിട്ട് കാണുക വേണ്ട. പക്ഷേ പിണറായി വിജയൻ സർക്കാരിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നറിയോ? ഇവിടെ ഇത് അവസാനിപ്പിക്കാം. എന്നിട്ട് ഒരു വലിയ പ്ലാൻ, ഞാൻ പറയുന്നത് നമ്മൾ നാഷണൽ ഹൈവേക്ക് പ്ലാൻ ഉണ്ടാക്കിയല്ലോ, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പ്ലാൻ ഉണ്ടാക്കിയല്ലോ. എങ്ങനെയാണ്? ഒരു സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങിയ പ്ലാനാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ ബൃഹത്തായ പ്ലാനാണ് വേണ്ടത്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സാധനങ്ങളെയൊക്കെ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്വകാര്യ പ്രാക്ടീസ് ഉണ്ടാവും, സ്വകാര്യ പർച്ചേസ് ഉണ്ടാവും. ഈ പറഞ്ഞ കേരളത്തിൽ ഡോക്ടർമാരും കൈക്കൂലി മേടിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനല്ല ഇതൊരു കൈക്കൂലിയായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുക. കാരണം ഡോക്ടർമാരുടെ ആവശ്യമായിരിക്കില്ല. പക്ഷേ ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കണം. ഇവർ പ്രതികരിക്കാതെ ആര് പ്രതികരിക്കും?
നിങ്ങളൊരു എന്താണ് എനിക്ക് മരുന്ന് കുത്തി വെക്കണം, നീ സിറിഞ്ച് പോയി മേടിച്ചിട്ട് വരുന്ന അവസ്ഥയാണ് പറയുന്നത്. എനിക്ക് മരുന്നില്ല, മരുന്ന് നീ വേറെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് വരിക, സിറിഞ്ച് മേടിച്ചിട്ട് ഞാൻ കുത്തി വെച്ച് തരാം എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? സ്റ്റണ്ട് നിങ്ങൾക്ക് കൈ പൊട്ടി എല്ല് വെട്ടുന്ന കമ്പി വേണം, കമ്പി ഇടണം, സ്റ്റണ്ട് ഇടണം, നിങ്ങൾ സ്റ്റണ്ട് മേടിച്ചിട്ട് വരും, ഞാൻ ഇട്ട് തരാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സ്ട്രെച്ചറിന് പകരം എന്താണ്? സ്ട്രെച്ചറിന് വീലില്ല, തള്ളിക്കൊണ്ട് പോകുന്ന വീലില്ല, അത് പല്ലക്കാണ്. ഇപ്പോൾ പല ഡോക്ടർമാരും ഏതെല്ലാം ഇവരും എടുത്തിട്ട് പല്ലക്ക് കൊണ്ടുപോകുന്നതല്ലേ രോഗികളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ്? ഇത് നോക്കാൻ ആൾക്കാരില്ല, അത് ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു സർക്കാരിൻ്റെ പ്രശ്നമായിട്ട് ആരും കാണണ്ട. ഈ സർക്കാരിൻ്റെ പ്രശ്നമായിട്ട് ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ നാളെ ആവില്ലെങ്കിൽ മറ്റന്നാളൊക്കെ ഇങ്ങനെ ഇറങ്ങും. എന്തിനു വേണ്ടിയിട്ട്? സർക്കാരിൻ്റെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം കൂടി പൊളിഞ്ഞടി കിടക്കുക. ഇതിപ്പോൾ ഇന്നലെ ഇന്നും തുടങ്ങിയതല്ല, ഇത് പക്ഷേ എന്താണ്, പിണറായി വിജയൻ സർക്കാരിന് ഒരു കാര്യം ചെയ്യാം, ഇത് അവസാനിപ്പിക്കാം. നാളെ തുടങ്ങി ബർത്ത് പദ്ധതി നടപ്പിലാക്കി ഇതൊരു വലിയ മാതൃകയാവും കേരളത്തിൽ. ഒരു ഡോക്ടർ, ഗുജറാത്തിലെ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതോടുകൂടി ആ ഡോക്ടറുടെ കഥ കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ അങ്ങനത്തെ ഗതിയോടൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ എന്താണ് അവർക്ക് പരാതി പറയുന്നത് ഒരു അഭിമാനമായി തോന്നണം കേരളത്തിലെ. മനസ്സിലായോ? ഉത്തർപ്രദേശിലെ ഡോക്ടറല്ലേ? ഉത്തർപ്രദേശിലെ കഫീഖാൻ, കറക്റ്റ്. അപ്പം ഈ പറഞ്ഞ എന്താണ് ഇതൊരു അഭിമാനം, ഇത് തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന അഭിമാനമായി പറയാൻ പറ്റുന്ന ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. അത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊരു തുടക്കമായി മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.